ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ശ്ലോകം 27. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി ഭരതർഷഭ. വിവർത്തനം. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും അഥവാ കർമ്മമണ്ഡലത്തിൻ്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും അഥവാ കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവരുടെയും സംയോഗത്തിൽ നിന്നുളവായതാണ്. ഭാവാർത്ഥം: വിശ്വസൃഷ്ടിക്കും മുമ്പുണ്ടായിരുന്ന ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയും കുറിച്ച് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും മലകളെയും പോലെ ചലനമറ്റവയുണ്ട്, ചലിക്കുന്നവയുമുണ്ട്. ഭൗതിക പ്രകൃതിയുടെയും ഉത്കൃഷ്ട പ്രകൃതിയായ ജീവാത്മാവിൻ്റെയും സമ്മേളന ഫലമാണ് അവയെല്ലാം. ശ്രേഷ്ഠ പ്രകൃതിയായ ജീവസത്തയുടെ സമ്പർക്കത്താലല്ലാതെ ഒന്നിനും വളരാനാവില്ല. പ്രകൃതിയും പദാർത്ഥവുമായുള്ള ബന്ധം എന്നും തുടർന്നു പോരുന്നു. ഭഗവത് പ്രേരിതമാണ് ഈ സമ്പർക്കം. അധമോത്തമ പ്രകൃതികളുടെ നിയന്താവും ഭഗവാൻ തന്നെ. ഭഗവത് സൃഷ്ടമാണ് ഭൗതിക പ്രകൃതി. ശ്രേഷ്ഠ പ്രകൃതിയുമായി അതിന് സമ്പർക്കമുണ്ടാകുമ്പോൾ സകല കർമ്മങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നു. ശ്ലോകം 28. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്വ വിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. വിവർത്തനം. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ. ഭാവാർത്ഥം: ശരീരം അതിൻ്റെ ഉടമയായ ജീവാത്മാവ്, ജീവാത്മാവിൻ്റെ സുഹൃത്തായ പരമാത്മാവ്, സത്സമ്പർക്കം മൂലം ഈ മൂന്നിൻ്റെയും ബന്ധം മനസ്സിലാക്കി കാണാൻ കഴിയുന്നവനാണ് ജ്ഞാനി. ആധ്യാത്മിക ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ടല്ലാതെ ഈ മൂന്നിനെയും ശരിക്ക് കാണാനാവില്ല. സത്സമ്പർക്കമില്ലാത്തവർ മൂഢരാണ്. അവർ കാണുന്നത് ശരീരം മാത്രം. അത് നശിക്കുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്നും അവർ കരുതുന്നു. അതല്ല സത്യം. ദേഹനാശത്തിന് ശേഷവും ജീവാത്മാ പരമാത്മാക്കൾ നിലനിൽക്കുന്നുണ്ട്. എന്നെന്നും വിവിധ ചരാചരങ്ങളുടെ വടിവെടുത്തുകൊണ്ട് അവർ തുടരുന്നു. പരമേശ്വരനെന്ന വാക്ക് ചിലപ്പോൾ വ്യക്തിഗത ജീവാത്മാവെന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ജീവൻ ശരീരത്തിൻ്റെ ഉടമയായതുകൊണ്ടും മരണശേഷം മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ നിലയ്ക്ക് ജീവാത്മാവ് ശരീരത്തിന് നാഥനത്രേ. പരമേശ്വരനെന്ന നാമം പരമാത്മാവിന് അനുയോജ്യമാണെന്ന് വാദിക്കുന്നവരും ചിലരുണ്ട്. ഏതു വിധത്തിലായാലും ജീവാത്മാ പരമാത്മാക്കൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് നാശമില്ല. ഇവരുടെ ശാശ്വതത്വം കാണുന്നവരാണ് സത്യദർശികൾ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.